മാതേ, അവിടുന്ന് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? ഇന്ന് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നതിൽ ഒരു വിശേഷപ്പെട്ട ഉദ്ദേശമുണ്ട് ശിവ. നമ്മോടൊപ്പം വന്നാലും. ഓം നമഃ ശിവായ. പ്രഭു വന്നു കഴിഞ്ഞു മാതേ. അവിടുന്ന് വന്നുവോ? സത്യമാണ്, ഭക്തിയെക്കാളും സ്നേഹത്തെക്കാളും ശക്തിയുള്ളതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അങ്ങ് എന്താണ് അവിടെ നിൽക്കുന്നത്? വന്നാലും ഉപവിഷ്ടനായാലും. നാം ഇന്ന് തനിച്ചല്ല വന്നിരിക്കുന്നത് മിത്രമേ. പ്രണാമം ദേവി. നിങ്ങൾ എല്ലാവരും എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല മിത്രമേ, കേവലം മാതാവും പിതാശ്രീയും മാത്രമാണ് പോകുന്നത്. അതിനാൽ നമ്മുടെ മാതാവ് ഞങ്ങളെ അവിടത്തെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശിവ സത്യമാണ് പറഞ്ഞത്. നമ്മുടെ സൗഭാഗ്യം തന്നെയാണ് നമുക്ക് വേണ്ടി അവിടുത്തെ ഹൃദയം നിർമ്മലമായിരിക്കുന്ന ദേവി അനസൂയ. ദേവി പാർവതി, ഒരു ബാലകന്റെ ജിജ്ഞാസയെ ആരും തടയാൻ പാടില്ല. അപൂർണമായി വിടാനും സാധിക്കില്ല. ഒരിക്കലും നിർബന്ധിക്കാനും പാടില്ല. കാരണം ജിജ്ഞാസ തന്നെയാണ് ജ്ഞാനത്തിലേക്കുള്ള മാർഗം. ആ മാർഗം തടസ്സപ്പെടുകയാണെങ്കിൽ ജ്ഞാനത്തിലേക്കുള്ള മാർഗവും തടസ്സപ്പെടുക തന്നെ ചെയ്യും. മാത്രമല്ല, ബാലകന്റെ മനസ്സ് ആ പൂർണ്ണമാകാത്ത ജിജ്ഞാസയിൽ തടഞ്ഞു നിൽക്കുകയും ചെയ്യും. പിന്നീട് മറ്റൊരു വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അതിനാൽ നാം ഇന്ന് ശിവയെ അവിടുത്തെ അരികിലേക്ക് കൊണ്ടുവന്നതാണ്. എന്തെന്നാൽ അവന്റെ ജിജ്ഞാസ ശാന്തമാകണം. മാത്രമല്ല, അവൻ മറ്റുള്ള കാര്യങ്ങൾക്കായി മാനസികമായും സ്വതന്ത്രനാകണം. അവിടുന്ന് തീർച്ചയായും ഉത്തമമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. മാതാവിന്റെ തീരുമാനങ്ങളെല്ലാം എപ്പോഴും ഉത്തമം തന്നെയായിരിക്കും മിത്രമേ. ദേവി പാർവതി, ഞങ്ങൾ മടങ്ങി വരുന്നതിന് മുൻപ് അവിടുന്ന് അവിടുത്തെ കഥ സമാപ്തമാക്കേണ്ടതാണ്. കാരണം ഞങ്ങൾ വന്നതിന് ശേഷം ശിവ അവിടുത്തെ ഭവനത്തിലേക്ക് വരുന്നതല്ല. നമ്മുടെ ഈ തീരുമാനത്തിന് പുറകിൽ അവിടുത്തോടുള്ള നീരസമൊന്നുമില്ല. നാം ഒരു മാതാവിന്റെ കടമകൾ പൂർത്തിയാക്കുകയാണ്. അതെ ദേവി പാർവതി. മാത്രമല്ല, ഇത്തവണ അവിടത്തേക്ക് ആവശ്യമുള്ള സമയം ലഭിക്കുന്നതാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും ദേവനെയും നാരായണനെയും കൊണ്ടുവരാൻ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും ദേവനെയും നാരായണനെയും കൊണ്ടുവരാൻ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും മടങ്ങി വരുന്നതിന് തീർച്ചയായും അധികം സമയം വേണ്ടി വരുന്നതാണ് ദേവി. അതിനാൽ ഞങ്ങൾ മടങ്ങി വരുന്നതിന് മുൻപ് ദേവിക്ക് അവിടുത്തെ കഥ പൂർണ്ണമാക്കേണ്ടതായി വരും. ദേവി പാർവതി, നാം പ്രതീക്ഷിക്കുകയാണ് അവിടുന്ന് ഈ സമയപരിധി
പാലിക്കുമെന്ന്. അവിടുന്ന് മാതാവാണ്. സ്വന്തം പുത്രൻ ശിവനിൽ അവിടുത്തേക്ക് പൂർണ്ണ അധികാരമുണ്ട്. പക്ഷെ ഒരു ഭക്ത എന്ന നിലയിൽ നമുക്കും അധികാരമില്ലേ? ഇപ്രകാരം മിത്രം ശിവനെ കാണുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ന്യായപൂർണമായ കാര്യമല്ലല്ലോ. പക്ഷേ മാതേ, ഇത് നമ്മുടെ മിത്രമാണ്. ഒരു മിത്രത്തിന് മറ്റൊരു മിത്രത്തിന് മേൽ പൂർണ്ണ അധികാരമുണ്ടായിരിക്കും. അവിടുന്ന് തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ, മിത്രതയുടെ ബന്ധം വളരെ പവിത്രവും ശ്രേഷ്ഠവുമാണെന്ന്. നിസ്വാർത്ഥവും കളങ്കമേൽക്കാത്തതുമാണെന്ന്. പ്രപഞ്ചത്തിലെ എല്ലാ ബന്ധങ്ങളും ജന്മമെടുക്കുമ്പോൾ തന്നെ പ്രാപ്തമാകുന്നതാണ്. പക്ഷെ മിത്രത എന്നൊരു ബന്ധം അത് ജന്മം കൊണ്ട് പ്രാപ്തമാകുന്നൊരു ബന്ധമല്ല. നമുക്ക് യോഗ്യരായ മിത്രങ്ങളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നതാണ്. മാത്രമല്ല മാതേ, സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു വസ്തുവും അത് സൃഷ്ടിച്ചവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കില്ലേ? അതിനാൽ മിത്രത്തെ കാണാൻ പാടില്ല എന്ന് അവിടുത്തെ തീരുമാനം. ശരി, നാം മടങ്ങി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് തീരുമാനിക്കാം. അതുവരെ നിങ്ങൾ രണ്ടുപേരും നമുക്ക് വാക്ക് തരേണ്ടതാണ്. പറഞ്ഞാലും മാതേ, ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഈ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് പോകരുത്. നാം വാക്ക് തരികയാണ് മാതേ. അവിടുന്ന് മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ മിത്രത്തിന്റെ ഭവനത്തിൽ തന്നെ നിൽക്കുന്നതാണ്. നമുക്ക് സന്തോഷമായി. അങ്ങനെയാകട്ടെ ദേവി. ദേവി, നാം ഇന്ന് വളരെ പ്രസന്നനാണ്. ഏത് വിഷയത്താലാണ് ഋഷിവര്യ? ഇന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ദേവനും നാരായണനും ഭവനത്തിലേക്ക് വരുന്നു, അതാണോ കാരണം? അതെ ദേവി, ആ വിഷയത്തിലും തികച്ചും പ്രസന്നനാണ്. പക്ഷെ അതുകൂടാതെ പ്രസന്നതയ്ക്ക് അതിലും വലിയൊരു കാരണമുണ്ട്. എന്ത് കാരണം? ദേവി, നമുക്ക് തോന്നുന്നത് ഇന്ന് സംഭവിച്ചതെല്ലാം വളരെ ഉചിതമാണെന്നാണ്. ദേവി പാർവതി ഇക്കാര്യത്തിൽ വളരെ സന്തോഷവതിയാണ്. കഥ പറഞ്ഞ് പൂർണ്ണമാക്കുന്നതിലൂടെ ദേവിയും അതിൽ നിന്ന് മുക്തയാകും. അവർക്ക് ഇക്കാര്യത്തിൽ വളരെ സന്തോഷം തോന്നുന്നതാണ് ദേവി. കാരണം അവർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമായിരുന്നോ ആ പ്രയത്നങ്ങളെല്ലാം അവർ ചെയ്തു കഴിഞ്ഞു. ഇനി ഫലം എന്തു തന്നെയായാലും അതിനൊരു കുറവും തന്നെ വരുത്തുന്നതല്ല. പിന്നെ മറ്റൊരു വലിയ കാര്യം ഇതാണ് ദേവി, നമ്മുടെ ബാലശിവനും മൂടനും ഇനി മുക്തരായി മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. ശിവയുടെ കാര്യത്തിൽ നമുക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശിവയെ ലൗകികവും
പ്രായോഗിക ജീവിതത്തെയും കുറിച്ച് പഠിപ്പിക്കുക. പ്രായോഗിക രീതികൾ പഠിപ്പിക്കാനോ? നമ്മുടെ ബാലശിവയെയോ? നമുക്കൊരു സംശയമുണ്ട് ദേവി. എന്ത് സംശയം? ആരാണോ പ്രപഞ്ചത്തിന് മേലെ നിൽക്കുന്നത്, അതിനെക്കുറിച്ച് സമ്പൂർണ്ണ ജ്ഞാനമുള്ളത്, അങ്ങനെയുള്ള ശിവനെ അവിടുന്ന് എങ്ങനെയാണ് ലൗകിക ജീവിതം പഠിപ്പിക്കുന്നത്? സതി ഏത് ജീവിതത്തെ പ്രാപ്തമാക്കാനാണോ കൈലാസത്തിലേക്ക് വന്നത്, അത് പ്രാപ്തമാക്കാൻ സാധിച്ചുവോ? മറ്റുള്ളവരുടെ കണ്ണിൽ സതി വിവാഹിതയായി കൈലാസത്തിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ അവരുടെ വൈവാഹിക ജീവിതത്തിലെ സത്യം മറ്റൊന്നായിരുന്നു. വൈവാഹിക ജീവിതത്തിൽ ഒരു ഒറ്റ സത്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മിത്രമേ. ബന്ധത്തിലുള്ള മാധുര്യം, സമർപ്പണം, വിശ്വാസം. സത്യത്തിൽ ഇതിന്റെ അഭാവമാണ് സതിയുടെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായത്. സതിയുടെയും ശിവന്റെയും ഇടയിൽ അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടിസ്ഥാനം ദുർബലമാണെങ്കിൽ പിന്നെ ഏത് നല്ല നിർമ്മിതിയും ദുർബലമായി തീരുന്നതാണ് മിത്രമേ. ഒരുപക്ഷെ അതായിരിക്കാം അവർ അകലുവാനുള്ള കാരണവും. ശിവൻ പ്രയത്നിക്കുകയായിരുന്നു സതി തന്റെ വാസ്തവിക രൂപമായ ആദിശക്തി സ്വരൂപത്തെ മനസ്സിലാക്കണമെന്ന്, അങ്ങനെ അവൾ തന്റെ പൂർണ്ണത പ്രാപ്തമാക്കണമെന്ന്. ക്ഷമിക്കണം, മനസ്സിലൊരു ചോദ്യമുണ്ട്. അങ്ങ് ഉത്തരം നൽകുമോ? അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? ഏത് രൂപത്തെയാണ് അങ്ങ് ആലോചിക്കുന്നത്? ദേവിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം സമയമാകുമ്പോൾ നൽകുന്നതാണ്. അവിടുന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. വന്നാലും നമ്മുടെ ഇടതുവശത്തായി വന്നിരിക്കൂ. ഇടതുവശത്ത് എന്തിനാണ്? കാരണം പത്നി പതിയുടെ ഹൃദയത്തിന്റെ സ്വാമിനിയാണ്. അതിനാൽ വാമഭാഗവും ഹൃദയവും ശരീരത്തിന്റെ ഇടതുഭാഗത്താണ് ഉണ്ടാകുന്നത്. അതിനാൽ പത്നിയുടെ സ്ഥാനം പതിയുടെ വാമഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേ സതി. അതുകൊണ്ടാണ് പത്നിയെ വാമാങ്കി എന്ന് പറയുന്നത്. വാമാങ്കി എന്നതിനർത്ഥം ജീവന്റെ മുഖ്യമായ ഭാഗം. നാം അവിടുത്തെ ഹൃദയത്തിന്റെ സ്വാമിനിയാണോ? കേൾക്കുമ്പോൾ എത്ര സുഖകരമാണ്. നമുക്കിത് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. സതി, നമ്മുടെ ഹൃദയത്തിന്റെ സ്വാമിനി എന്നതിലുപരി ദേവിക്ക് മറ്റൊരു രൂപം കൂടിയുണ്ട്. അതിനെക്കുറിച്ച് ദേവി ഇതുവരെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ആദിശക്തിയുടെ സ്വരൂപം. ഇപ്പോൾ സമയമായിരിക്കുകയാണ്.
ആ സ്വരൂപത്തെ തിരിച്ചറിയാൻ, അവളുടെ ശക്തികളെ തിരിച്ചറിയാൻ. ഈ പ്രക്രിയ ദേവിക്ക് വളരെ അനിവാര്യമാണ് സതി. നാം നമ്മുടെ ആ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കും ശിവ. ആ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് ദേവി തയ്യാറാകേണ്ടതാണ്. നാം ദേവിയുടെ ഉള്ളിലുള്ള ആ സ്വരൂപത്തെ ഉണർത്താൻ ശ്രമിക്കുന്നതാണ്. അത് ദേവിയുടെ ഉള്ളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. സ്വന്തം നേത്രങ്ങൾ അടച്ചാലും സതി. ഇനി നേത്രങ്ങൾ തുറന്നാലും സതി. ഇതെന്താണ്? ഇതിനെക്കുറിച്ച് നാം പൂർണ്ണമായും അജ്ഞയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല കാര്യക്രമങ്ങളുടെയും ഉത്തരവാദിത്വം ദേവിയിലാണ് സതി. ദേവി ആദിശക്തിയാണ്. ദേവിയിൽ നിന്നാണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന് മുന്നോട്ടു പോകുവാനുള്ള ഊർജം ലഭിക്കുന്നത്. പതി പത്നിമാർ എന്ന നിലയിൽ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. അതിന്റെ നിർവഹണം നമുക്ക് ഏതൊരു പരിതസ്ഥിതിയിലും ചെയ്യേണ്ടതുണ്ട്. നാം ഒരുമിച്ചുണ്ടെങ്കിലും ഇല്ലെങ്കിലും
സതി തന്റെ മൗലികമായ രൂപത്തെ കണ്ട് വളരെ അസ്വസ്ഥയായിരുന്നു. അവൾക്ക് വിശ്വാസം തന്നെ ഉണ്ടായിരുന്നില്ല അവളുടെ സ്വരൂപത്തെക്കുറിച്ച്. അതിന്റെ ഫലമായി ഇങ്ങനെയാണ് സംഭവിച്ചത്. സതി തന്റെ പൂർണ്ണതയിൽ നിന്നും അകന്നുമാറി. സതിയുടെ ഈ പെരുമാറ്റത്താൽ ശിവന്റെ നിരാശ അധികമായി. അങ്ങനെ അദ്ദേഹം ദീർഘധ്യാനത്തിൽ മുഴുകി. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, ഋതുക്കൾ കടന്നുപോയി. അവ മാറിക്കൊണ്ടേയിരുന്നു.